ട്രേഡേഴ്സ് മാർക്കറ്റിൽ ജസ്റ്റ് ഞാനൊരു എൻട്രി എടുത്തുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ ലൈൻ്റെ അടുത്ത് വന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ച് റെഡ് ക്യാൻഡിൽ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ഒരു നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 78 പോയിൻറ്റ്സിൻ്റെ 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ചിലപ്പോൾ താഴത്തോട്ട് ചെറിയൊരു റിട്രേസ്മെൻറ്റ് മാത്രം തന്നിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. സോ വളരെ സ്ട്രിക്റ്റായിട്ട് 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എടുത്ത് ഇറങ്ങണം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നത്? ഓക്കെ, പ്രോഫിറ്റ് മാറിയപ്പോൾ അത് ചെറിയൊരു ലോസിലേക്കായിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ 55,700ൻ്റെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. ആവറേജ് ക്വാണ്ടിറ്റി ഒരു 847.60 847 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലോസ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് റിസ്ക് എടുക്കേണ്ട. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കണ്ട. ഇത് എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയ ഒരു ട്രേഡല്ല. സോ അതുകൊണ്ട് ഞാനൊരു 120 ക്വാണ്ടിറ്റിയിലേക്ക് റെഡ്യൂസ് ചെയ്താണ് എടുത്തത്. 120 ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ഏതായാലും 78 പോയിൻറ്റ്സിൻ്റെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. മാർക്കറ്റിന് മേളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. അല്ല ഇനിയിപ്പോൾ താഴത്തോട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. അതല്ല ഇനി നമ്മളുടെ ടാർഗറ്റിന് തൊട്ട് മുന്നേ എടുത്തിട്ട് നമുക്കൊരു ഓവറോൾ ഒരു 4,000 അടുപ്പിച്ചൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന പോലെ വല്ലതും തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ 4,000+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യില്ല. അതേപോലെ നമുക്ക് ഏതായാലും ട്രെയിലും കൂടെ ചെയ്തേക്കാം. ഇപ്പം മാർക്കറ്റ് ആ റിജക്ഷൻ ക്യാൻഡിൽ തന്നെ ആ റെഡ് ക്യാൻഡിൽ തന്നെ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഇപ്പോൾ ഫോം ആവുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസും നമ്മളുടെ ടാർഗറ്റുമായിട്ട് നമ്മൾ റെഡിയാണ്. വളരെ സിമ്പിൾ. ഒരുപാട് പേര് അറിയാൻ പാടില്ലാതെയൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ. എന്ത് ബേസിലാണത്? ഒന്നും കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞാൽ ബോറടിക്കത്തില്ല. അതാണ് ഞാൻ പിന്നെ പറയാത്തത്. ഇന്ന് വളരെ എന്തൊക്കെയാണ് പറയുക അല്ലേ, നമ്മൾ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇൻ ആൻഡ് ഔട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് എനിക്ക് 10 പൈസയുടെ ഒരു വരുമാനം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ആസ് ഓഫ് നൗ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ വെൽ ആൻഡ് ഗുഡ്, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അത് പക്ഷേ നമ്മൾ ആ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേ അതിനാണ് നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബേസിക് ഒന്നും അറിയാൻ പാടില്ലാത്തെന്ന് വെച്ചാൽ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങോ ഓപ്ഷൻ സെല്ലിങ് ഇതിനെപ്പറ്റി ഒന്നും അല്ലാതെ വളരെ ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, വളരെ നിസ്സാരമായ കാര്യങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, സ്റ്റോക്സ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണ്, ഓപ്ഷൻസ് എന്താണ്, ട്രെൻഡ് ലൈൻ എന്താണ്, എങ്ങനെയാണ് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്, എത്രയിടത്ത് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യണം, റെസിസ്റ്റൻസ് എന്താണ്, സപ്പോർട്ട് എന്താണ്, സപ്പോർട്ട് എങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്, സപ്പോർട്ട് എത്ര പ്രാവശ്യം കഴിയുമ്പോഴാണ് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉള്ളത്, സപ്പോർട്ട് എങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്, റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഡ്രോ ചെയ്യേണ്ടത്, സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. കാരണം ഇതൊക്കെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ചാനൽ വെച്ചാലോ ഒക്കെ നമ്മൾ ഇത് കേൾക്കുന്നതാണ്. ഇന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവർ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ITC ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഈ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ വളരെ ഒന്നും അറിയാൻ പാടില്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റ്, ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നിരിക്കട്ടെ, വീട്ടിലിരിക്കുന്ന ഒരാൾ, അയാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇതിനെപ്പറ്റി റിലേറ്റഡായ കാര്യങ്ങൾ ഒന്നും അറിയാൻ പാടില്ലാത്ത വെറും സീറോയിൽ എന്ന ആളാണെങ്കിൽ നമുക്കൊരു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ആ ഒരു ക്ലാസ് ഒരു സെഷൻ വെച്ചിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ അയാൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള മൈൻഡിലാണ് ഞാൻ ആ ലിങ്ക് ഞാൻ പറഞ്ഞത്. FB ലൈക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ആരും ചെയ്തില്ല, ഒരാളോ മറ്റേ ചെയ്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ അത്രയും ബേസിക് പഠിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുപാട് ബേസിക് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ളതും ഈ ഒരു എല്ലാ സംഭവങ്ങളെ പറ്റിയുള്ളതും നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ അല്ല പലവർ ചെയ്തേക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവരവരുടെ യൂട്യൂബ് ചാനലുകൾ ഇതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അവരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വളരെ റഫായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് ഒട്ടും അറിയാൻ വയ്യാത്തവരുടെ കാര്യമായിട്ടോ പറയണം. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് അറിയുന്നവരോ ചെയ്യുന്നവരോ ഓപ്ഷൻ ബൈയിങ്ങോ സെല്ലിങ്ങോ
ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒട്ടും ഒന്നിനെ പറ്റിയും അറിയാൻ വയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ട്രേഡേഴ്സ് ഏകദേശം 2000+ ഇപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം 897. ഓക്കെ, ഇപ്പോൾ ഒരു 858 വീണ്ടും തിരിച്ച് മാർക്കറ്റ് റിവേഴ്സൽ. ഓക്കെ, ഫസ്റ്റിൽ നമ്മളുടെ ആദ്യത്തെ തന്നെ റെഡ് ക്യാനിൽ കുറച്ച് റിജക്ഷനാണ് കാണിച്ചത്. ഇപ്പോൾ ഈ ക്യാനിലും അത്യാവശ്യം റിജക്ഷൻ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഓവറോൾ ഒരു ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 50 പോയിൻറ്റ്സിൻ്റെ പ്രീമിയം വൈസ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും, സ്പോട്ട് വൈസ് ആണെങ്കിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റുമാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രീമിയം ചാർട്ടിൽ ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, ഒരുപാട് പേര് അങ്ങനെ എടുക്കുന്നുണ്ട്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടം, ഞാൻ ഈ പ്രീമിയം ചാർട്ടിൽ അങ്ങനെ ട്രേഡ് എടുക്കാറില്ലായിരുന്നു. ശരിയാണ്, കൺവീനിയൻ്റ് ആണ്, പക്ഷേ എനിക്ക് ആ സ്പോട്ടിൻ്റെ ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നതും സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ച് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്പോട്ടിൻ്റെ ചാർട്ടിൽ തന്നെ റിലേ ചെയ്യുന്നത്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോരുത്തരുടെ കൺവീനിയൻസ് പോലെയാണ്. അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ഇവിടുന്ന് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നോക്കാം ഇനി ഇവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഒരു 3000+ 4000 അടുപ്പിച്ചൊക്കെ പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വെച്ചേക്കാം. ഒരു ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെ വല്ലതും സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത്. ഇപ്പം നമുക്ക് ഫേവറായിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓവറോൾ ഒരു 6000+, 5800, 6000+ൻ്റെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആവറേജ് ഒരു 3000+, 4000 അടുപ്പിച്ചാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം. ഇനിയിപ്പം ഇവിടുന്ന് ചെറിയൊരു റിട്രേസ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരു വലിയൊരു റിട്രേസ്മെൻ്റ് അല്ല. കാരണം സ്റ്റാർട്ടിങ്ങിൽ അത്രയും വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ട് ഇത്രയും മേളിൽ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് അവിടെ വന്നിട്ട് സെല്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ആദ്യത്തെ റെഡ് ക്യാൻഡിലിനെ കണ്ടുകൊണ്ട്. സോ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഞാൻ നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. 940 ക്യാൻഡിൽ ഓക്കെ, അത്യാവശ്യം ഒരു ഫോള് കിട്ടുന്നുണ്ട് ട്രേഡേഴ്സ്. 940 ക്യാൻഡിൽ 78 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഫോള് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. 940 ക്യാൻഡിലിൽ ഫിബോയെ ഡ്രോ ചെയ്ത് വെച്ചു. ഫിബോയിൽ വന്ന് മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഫൈൻ. ഇപ്പോൾ 3000 ഓക്കെ ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 3000+ൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആവറേജ് ഒരു 876, 878 ഓക്കെ, ഒരു 4000+ ടാർഗറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം ട്രേഡേഴ്സ്. ഇപ്പോൾ ഒരു 3500, 3800 ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. സോ ഇനിയിപ്പോൾ മാർക്കറ്റ് 4000 കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ വലിയ ടെൻഷനില്ല. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം. ഇപ്പോൾ ഒരു 3800 മേളിൽ പോകുന്നില്ല. 3800, 3700 റൈറ്റ് ഒരു 4000+ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വെച്ചേക്കാം. കോസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് 47 ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സോ വല്ലതും ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെ പ്ലസ്സിൽ കൊണ്ട് വെച്ചേക്കാം. ഓവറോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 500 റുപ്പീസിൻ്റെ വല്ലതും നമ്മുടെ കോസ്റ്റും ടാക്സും കൂടെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റിനെയും ടാക്സിനെയും കൂടെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 500 റുപ്പീസോ വല്ലതും ജസ്റ്റ് ഒരു പ്രോഫിറ്റ് എടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഇപ്പോൾ ഓവറോൾ 3800 മേളിലേക്ക് പ്രോഫിറ്റ് പോകണില്ല. 2 പ്രാവശ്യം 3800, 4000 റൈറ്റ്. ഓക്കെ, 4000 മേളിൽ മാർക്കറ്റ് അത്യാവശ്യം പോയിട്ടുണ്ട്. പ്രീമിയം വൈസ് നമ്മളുടെ സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. പക്ഷേ പ്രീമിയം വൈസ് സ്റ്റിൽ പെൻഡിങ് ആണ് നമ്മളുടെ ട്രേഡ്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്പോട്ട് വൈസിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ്
റൈറ്റ്. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടായിരിക്കത്തില്ല ട്രേഡേഴ്സ്, കാരണം ഇത്രയും വന്നതാ അവിടുന്ന് തന്നെ റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ഇനി ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ റിവേഴ്സൽ എക്സാക്ട്ലി അവിടുന്ന് റിവേഴ്സലാണ് 1000 റുപ്പീസിൻ്റെ അടുത്ത് ലോസ് കാണിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് വെച്ചേക്കാം ട്രേഡേഴ്സ്. ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെ ഹൈപ്പ് കൊടുത്ത് വയ്ക്കാം. 852 ട്രിഗർ വന്നിട്ട് 853 വെച്ചേക്കാം നമ്മളുടെ. ഓക്കെ ഫൈൻ, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്, കാരണം അത്രയും താഴത്തെത്തിയതിന് ശേഷം സ്പോട്ട് വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അവിടുന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സൽ ആവുമായിരുന്നു. സെയിം ക്യാൻഡിൽ സ്പോട്ടിൽ പ്രോഫിറ്റ് കാണിച്ച ഒരു 4000+ പ്രോഫിറ്റ് കാണിച്ച അവിടുന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സൽ ആവുമായിരുന്നു. റൈറ്റ്. ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ താഴത്ത് പോയല്ലോ, ഒന്ന് റിഫ്രഷ് ചെയ്തേക്കട്ടെ. റൈറ്റ്, നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഒരു 5000 റുപ്പീസിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് തന്നെ എന്ന് പറയാം. അവിടെ നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇന്നത്തെ ട്രേഡിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസാണ് ഹിറ്റായത് ട്രേഡേഴ്സ്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയില്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. താങ്ക് യു, ബൈ.